അയ്യവാ അണ്ടർ വാട്ടർ ഷൂട്ടൊക്കെ ചെയ്ത് അതിനകത്ത് വെള്ളമൊക്കെ കയറി ആകെ തകട്ട് പൊട്ടി വിജനമായ സ്ഥലത്തിലൂടെ നമ്മൾ പോകണം. പിന്നെ GP ലോഗ് എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് HDR GP ലോഗ് അങ്ങനെ 3 ഓപ്ഷൻസ് ആണ് മെയിനായിട്ട്. ഇതിൻ്റെ ഒരു മൗണ്ടൻ GoPro 12 അൺബോക്സിംഗ് വീഡിയോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫാൻറ്റസി ജേനയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളായിട്ടാണ് ഗോപ്രോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള GoPro 12 കമ്പനി ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു UK, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ റീറ്റെയിൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പുറത്തുള്ള ഫ്രണ്ട് വഴി നമുക്ക് GoPro 12 നമുക്കാണ് കിട്ടിയിരിക്കുകയാണ് അൺബോക്സിങ് ചെയ്യാനായിട്ട്. ഇതിനു മുമ്പ് നമ്മൾ GoProൻ്റെ 9 ആയിരുന്നു ഉപയോഗിക്കേണ്ടിരുന്നത്. GoPro 9 കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിലേക്ക് ഇട്ട് നമ്മൾ ഒരുപാട് എന്താ പറയുക അണ്ടർ വാട്ടർ ഷൂട്ടൊക്കെ ചെയ്ത് അതിനകത്ത് വെള്ളമൊക്കെ കയറി ആകെ തകട്ട് പൊട്ടി. ഞാൻ ഒരു പ്രാവശ്യം തട്ടിക്കൂടി ശരിയാക്കി, പിന്നെ വീണ്ടും അത് പോയി. അതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കി. അങ്ങനെയാണ് നമ്മൾ GoPro 12 വന്നത്. GoPro ഒരു ആക്ഷൻ ക്യാമറ ആണ്. ഏത് ടെറൈനിൽ വേണമെങ്കിൽ നമുക്ക് അനായാസം യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡ്രോബാക്കുകളുണ്ട്. ബാറ്ററി പെട്ടെന്ന് ഡ്രൈ ആയി പോകുക, അതുപോലെ തന്നെ പുറത്തൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോഡി പെട്ടെന്ന് ഓവർ ഹീറ്റ് ആവുക, അതുപോലെ തന്നെ രാത്രിയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ലോ ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറച്ച് ഡ്രോബാക്കുകൾ GoProകൾക്ക് ഉണ്ട്. അതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന 9 ആയാലും അതിനുശേഷം വന്നിട്ടുള്ള 10ഉം 11 ആയാലും ഈ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ GoPro 12 വരുമ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സോ GoPro 12 വരുമ്പോഴുള്ള മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ 2x ലോങ്ങർ റൺ ടൈമാണ്. അതായത് ബാറ്ററിയുടെ ലോങ് ലാസ്റ്റിംഗ് പവർ നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 5.3 60 FPS ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 70 മിനിറ്റോളം റൺ ടൈം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1080 60 FPS ആണെങ്കിൽ 100 മിനിറ്റ്, 30 FPS ആണെങ്കിൽ 150 മിനിറ്റോളം നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു റൺ ടൈം തരുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ ലൈഫ് കൂട്ടിയതിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു അപ്ഡേഷൻ തന്നെയാണ്. പിന്നെ വന്നുള്ള അപ്ഡേഷൻ എന്ന് വെച്ചാൽ മാക്സ് ലെൻസ് 2.0 ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള വൈഡ് ആംഗിളിലുള്ള വിഷ്വൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ HDR വീഡിയോസ് വന്നിട്ടുണ്ട്. HDR ഇതിന് മുമ്പുള്ള മോഡലിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ GoPro 12 വരുമ്പോൾ HDR കുറച്ചും കൂടിയും റിയലിസ്റ്റിക് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള വിഷ്വൽസ് ആണ് നമുക്ക് തരുന്നത്. പിന്നെ ഹൈപ്പർ സ്മൂത്ത് 6.0 ആണ്. ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നത് GoPro 9 ഹൈപ്പർ സ്മൂത്ത് 3 ആയിരുന്നു. ഇപ്പോൾ 12 വരുമ്പോൾ 6.0 ആയിട്ടുണ്ട്. അതുകൊണ്ട് മോർ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഷേക്കൊന്നും ഇല്ലാത്ത നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് കിട്ടും. പിന്നെ വെർട്ടിക്കൽ ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കൊരു ഷോർട്ട്സ് അല്ലെങ്കിൽ പോർട്രേറ്റ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാമറ മാനുവലായിട്ട് തിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ക്രോപ്പൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ വെർട്ടിക്കൽ എന്ന ഓപ്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തനിയെ ആ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ ഷൂട്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ബ്ലൂടൂത്ത് ഓഡിയോ സപ്പോർട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു GoPro 11 ബ്ലൂടൂത്ത് ഓഡിയോ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇയർഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ GP ലോഗ് എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് HDR GP ലോഗ് അങ്ങനെ 3 ഓപ്ഷൻസ് ആണ് മെയിനായിട്ടുള്ള കളറിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ GP ലോഗിലൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് നല്ല രീതിയിൽ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ 10x കളറാണ് വന്നിട്ടുള്ളത്. നമുക്ക് 4K മേലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10x നമുക്ക് ഷൂട്ട് ചെയ്യാൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് GoProൻ്റെ ഈ ഒരു ഹോൾഡറാണ്. GoPro ക്യാമറകളുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ GoPro ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു ഒഫീഷ്യലായിട്ടൊരു ട്രൈപോഡ് ഉണ്ട്. അതിൽ മാത്രം മൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത് കൊണ്ടുനടക്കണം. പക്ഷേ നമുക്ക് ഈ ഒരു പുതിയൊരു 12 വരുമ്പോൾ ഇതിൻ്റെ ഒരു മൗണ്ടൻ യൂണിവേഴ്സൽ ആയിട്ടുള്ള മൗണ്ടൻ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഏത് ക്യാമറയിൽ വേണമെങ്കിൽ ഏത് ട്രൈപോഡിൽ വേണമെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് വളരെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് GoPro 12 അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ അൺബോക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് ചടങ്ങിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ പഴയ പോലെ തന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ബോക്സ് വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. 64 GB ഒരു സാൻഡിസ്ക് മെമ്മറി കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ഉണ്ട്. ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ബാറ്ററിയാണ് ഉള്ളത്. ഇതിനകത്ത് പണ്ട് ഞാൻ 9 വാങ്ങിച്ച സമയത്ത് ഇതിനകത്ത് സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ GoPro നമുക്ക് പതുക്കെ എടുക്കാൻ പോവാണ്. അതാ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു സെറ്റപ്പിൽ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പുറത്ത് എഴുതി വെച്ചെടുക്കുന്നത് യുവർ ക്യാമറ മസ്റ്റ് ബി അപ്ഡേറ്റ് ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ്. ഓക്കെ, ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ ഒരു ചാർജറിൻ്റെ ഒരു വയറുണ്ട്. അതിൽ തന്നെ ഇത് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു കാർമൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള ആ സ്റ്റിക്കർ പോലെ ഒട്ടിച്ച് വയ്ക്കുന്ന സാധനം. ഇതൊക്കെയാണ് സാധനങ്ങൾ. ഇപ്പോൾ ഒരു ബാറ്ററി ഉണ്ട്. നമുക്ക് പതുക്കെ ഇട്ട് നോക്കാം. സോ നമ്മുടെ GoPro ക്യാമറ ഒക്കെ ഫുൾ സെറ്റാക്കി, ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇട്ട് മെമ്മറി കാർഡൊക്കെ ഇട്ട് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് GoPro 12 വിഷ്വൽസാണ്.
1080 പിക്സലിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷ്വൽസ് എന്ന് പറയുന്നത്. സോ ഗോപ്രോ 12ൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഗോപ്രോ 12 ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ആസ് എ കസ്റ്റമർ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മുടെ ഇത് മുമ്പ് ഉപയോഗിച്ച ഗോപ്രോകളുടെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ബാറ്ററി ഡ്രൈ ആയി പോകണമെന്നാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഹീറ്റ് ആവുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പുറത്ത് റൂം ടെമ്പറേച്ചർ 30 ഡിഗ്രി ഒക്കെ ഉള്ള സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓവർ ഹീറ്റ് ആവും. ഇതിൻ്റെ പുറത്ത് ബോഡിയൊക്കെ ഒരു 40-45 ഡിഗ്രി ഒക്കെ ചൂടാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗോപ്രോ 12 വരുമ്പോൾ ഒരു പരിധി വരെ ചൂടാവണമെന്നുണ്ട്, പക്ഷേ എന്നാൽ അത്ര ഒരു ചൂടാവുന്നില്ല, ഓവർ ഹീറ്റ് ആവുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒരു പരിധി വരെ പരിഹരിച്ചിട്ടുണ്ട് ഈ ഒരു 12 വരുമ്പോൾ. പിന്നെയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഇതിന് ഒരു എന്താ പറയുക യൂണിവേഴ്സലായിട്ടുള്ള ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് സെൽഫി സ്റ്റിക്കിലോ അല്ലെങ്കിൽ ഏത് ട്രൈപോഡിലോ വേണമെങ്കിൽ നമുക്ക് ഇത് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ പറയുക. കാരണം ഗോപ്രോകളുടെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോപ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ട്രൈപോഡ് നമ്മൾ എപ്പോഴും കയ്യിൽ കരുതണം. കാരണം അത് ഹുക്ക് ചെയ്യാനായിട്ടുള്ള അവരുടെ എന്താ പറയുക ഒഫീഷ്യലായിട്ടുള്ള ട്രൈപോഡിൽ മാത്രമേ ഹുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ യൂണിവേഴ്സലായിട്ടുള്ള ഏത് ട്രൈപോഡിലും വേണമെങ്കിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു യൂണിവേഴ്സൽ മൗണ്ടൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഗോപ്രോ 12ൻ്റെ വിശേഷം എന്ന് പറഞ്ഞത്. അപ്പോൾ ഗോപ്രോ 12 എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെന്നെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു.